നമുക്കിന്ന് ജർമ്മനിയിൽ നമ്പേഴ്സ് എങ്ങനെ പറയാമെന്ന് നോക്കാമേ. നുംബേഴ്സ് എന്നാണ് പറയുന്നത്. നുംബേഴ്സ് ഡി സാലൻ എന്നും പറയാം. ഡി സാലൻ, ഡി എഴുതിയിരിക്കുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ്. പ്ലൂറലുള്ള എല്ലാ വാക്കുകൾക്കും മുമ്പ്, എല്ലാ നൗണിനും പ്ലൂറൽ നൗൺസിന് മുമ്പ് ഡി ആണ് ഉച്ചരിക്കുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ പറയുന്നതാണ് ഡി, പ്ലൂറൽ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ നൗൺസുകളെ പറയുന്നതിന് പ്ലൂറൽ എന്ന് പറയും. പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ ഡി ആണ് ഉച്ചരിക്കുന്നത്. ഡി ആണ്, അത് മറക്കരുത്. ഓക്കെ, ഇനി 0 പൂജ്യത്തിന് നമ്മൾ നുൾ എന്ന് പറയുന്നു. 0 നുൾ, 1 ഐൻസ്, 2 സ്വൈ, 3 ട്രൈ, 4 ഫിയർ. 4 നോക്കിക്കേ, വി ആണ് എഴുതിയേക്കുന്നത്, ഫിയർ എന്നാണ് ഉച്ചരിക്കുന്നത്. 5 ഫുൺഫ്, 6 സെക്സ്, SECH സെക്സ്, 7 സീബൻ, 8 അഹട്ട്, 9 നോയൻ. ഓക്കെ, 10 സെൻ. ഇത്രയും പിന്നെ 11 എൽഫ് എന്നാണ്. ഓക്കെ, എൽഫ്, 12 സൊൽഫ്. ഇത്രയുമാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം ഈസിയാണ്, കണ്ടിന്യൂഷനാണ്, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. 11 എൽഫ് എന്ന്, 12 സൊൽഫാണ്. ഓക്കെ, ഞാൻ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സേ ആണ്, സൊൽഫ് ആണ്. ഓക്കെ, അത് മറക്കല്ല. താഴോട്ട് 13 ട്രൈസെൻ. നമ്മൾ ഓൾറെഡി ട്രൈ എഴുതിയല്ലോ, സെന്നും ഓൾറെഡി എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ, അതുകൊണ്ടാണ് അത് വീണ്ടും എഴുതാഞ്ഞത്. ട്രൈസെൻ, ഫിയർസെൻ, ഫുൺസെൻ, സെക്സെൻ, പിന്നെ 17 സീപ്സെൻ, അഹട്സെൻ, നോയൻസെൻ, സ്വാൻസിഷ്. 20ക്ക് സ്വാൻസിഷ് എന്നാണ് പറയുന്നത്. സ്വാൻസിഷ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ അടുത്തതിൽ ബെറ്ററായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഈസിയാണ്. ആദ്യത്തെ 12, പിന്നെ 20, 30, 40, 50, 60, അതും കൂടെ 60, 70, 80, 90, 100 അത്രയും പഠിച്ചാൽ ബാക്കി മിഡിലുള്ള എല്ലാ അക്ഷരങ്ങൾ, നമ്പേഴ്സ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, 0 ഇനിയും പറയണ്ടല്ലോ, ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.